ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വൈബ്രേഷനെ കുറിച്ചാണ്. ഇതെന്താണ്, എന്തിനാണ്, ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണല്ലേ. ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ വൈബ്രേഷൻ ഉയർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റെഡി എന്ന് കമൻറ്റ് ചെയ്തിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം. നമ്മൾ സാധാരണ ഈ വൈബ്രേഷൻ എന്ന് കേൾക്കുമ്പോൾ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ പെട്ടെന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ആന്തരിക ഊർജത്തെക്കുറിച്ചാണ്, അതായത് ഇന്നർ എനർജിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആന്തരിക ഊർജത്തിന്റെ അവസ്ഥയാണ്. ഇത് നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ട്രോമ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പ്രോസസ്സ് ചെയ്യാതെ കിടക്കുന്ന ചില വികാരങ്ങൾ, ഇവയെല്ലാം കൂടിച്ചേർന്നൊരു ഫ്രീക്വൻസിയാണ്. നിങ്ങളുടെ വിശ്വാസങ്ങളും ഇതിലൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒരു മൊബൈൽ ടവർ പോലെയാണ്. നമ്മളിൽ നിന്നും നിരന്തരം ഒരുതരം എനർജി ഫ്രീക്വൻസി പുറത്തുവിടുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ വൈബ്രേഷൻ അഥവാ ഊർജ്ജനില. നിങ്ങളുടെ വൈബ്രേഷൻ രൂപപ്പെടുന്നത് 4 പ്രധാന ഘടകങ്ങൾ ചേരുമ്പോഴാണ്. ഒന്നാമത്തേത് നിങ്ങളുടെ ചിന്തകൾ, അതായത് തോട്ട്സ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഒരു ദിവസം ഏകദേശം 60,000-ത്തിലധികം തോട്ട്സ് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൽ 90% തോട്ട്സും പഴയതോ അല്ലെങ്കിൽ നെഗറ്റീവോ ആകാനാണ് സാധ്യത. നിങ്ങൾ സ്ഥിരമായി എന്നെ കൊണ്ടൊന്നും കഴിയില്ല, എൻ്റെ കാര്യത്തിൽ എപ്പോഴും പ്രോബ്ലം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ സ്വാഭാവികമായിട്ടും താഴേക്ക് പോകും. രണ്ടാമത്തേത് നിങ്ങളുടെ ഇമോഷൻസും ട്രോമാസും. നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമകൾ, ആരും അറിയാത്ത സങ്കടങ്ങൾ, ആരോടും പറയാത്ത ദേഷ്യം, ഇതൊക്കെ എവിടെയാണ് പോകുന്നത്? ഇത് നിങ്ങളുടെ ശരീരത്തിൽ ബ്ലോക്കായിട്ട് കിടക്കും, ഒരു വെള്ളക്കെട്ട് പോലെ. ഈ നെഗറ്റീവ് എനർജി നമ്മുടെ വൈബ്രേഷനെ ശരിക്കും താഴെ പിടിച്ചു നിർത്തും. ഇതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഒരു കാരണമില്ലാതെ തന്നെ മൂഡ് ഓഫ് ആകുന്നത്. മൂന്നാമത്തേത് നിങ്ങൾ പറയുന്ന വാക്കുകൾ. നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെ, അതിലുപരി നിങ്ങളോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു. എപ്പോഴും മറ്റുള്ളവരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നതും നിങ്ങളെ തന്നെ കുറ്റം പറയുന്നതും നിങ്ങളുടെ വൈബ്രേഷൻ ലെവലിനെ ഡിസ്കണക്ട് ചെയ്യും. ഇനി നാലാമത്തേതാണ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം. ഇതാണ് ഇതിൻ്റെ മെയിൻ. പണമുള്ളവരെല്ലാം മോശക്കാരാണ്, ഞാൻ സക്സസ്ഫുൾ ആവാൻ യോഗ്യനല്ല, ഇങ്ങനെ നിങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്നതെല്ലാം നിങ്ങളുടെ വൈബ്രേഷൻ്റെ പവർ ഹൗസാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നിങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന സിഗ്നൽ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ റിയാലിറ്റി, അതായത് പുറത്തുള്ള ജീവിതം എന്നത് നമ്മൾ ഉള്ളിൽ ആരാണോ അതിൻ്റെ കൃത്യമായൊരു മിററാണ്. നിങ്ങൾ ലോ വൈബ്രേഷനിലാണെങ്കിൽ, ഉദാഹരണത്തിന് എപ്പോഴും പേടി, അതായത് ഫിയർ എന്ന ഫീലിങ്ങിലാണെങ്കിൽ, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആളുകളെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെ കണ്ടുമുട്ടും? നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവരെ. അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലും ഭയങ്കര സ്ട്രെസ്സായിരിക്കും. കാരണം എന്താണ്? നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ഫ്രീക്വൻസിയും ഈ മോശം കാര്യങ്ങളുടെ ഫ്രീക്വൻസിയും ഒന്ന് തന്നെയാണ്. അത് രണ്ടും മാഗ്നറ്റ് പോലെ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് പണത്തിൻ്റെ കാര്യം എടുക്കാം. നിങ്ങളിപ്പോൾ മാസം 1 ലക്ഷം രൂപ നേടുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് 5 അല്ലെങ്കിൽ 10 ലക്ഷം നേടണമെന്ന് ആഗ്രഹമുണ്ട്. 1 ലക്ഷം മാത്രം നേടുന്ന വ്യക്തിയുടെ വൈബ്രേഷൻ ശ്രദ്ധിക്കൂ. അവിടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാകും. ഇതൊരു സേഫ് സോണാണ്. ഇതിലും കൂടുതൽ കിട്ടിയാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ കിട്ടാൻ എനിക്ക് കഴിവില്ല. ഉദാഹരണത്തിന്, ഒരു സാധാരണ വ്യക്തി ഇപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നുവെന്ന് കരുതുക. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വിശ്വാസം, ഇതൊക്കെ എനിക്ക് മതി, ഇതിനപ്പുറം ഞാൻ സ്വപ്നം കണ്ടാൽ അത് നടക്കില്ല. ഈ 1 ലക്ഷത്തിൻ്റെ വൈബ്രേഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും 5 ലക്ഷം രൂപയുടെ ഫ്രീക്വൻസിയിലുള്ള അവസരങ്ങളോ ചിന്തകളോ ആകർഷിക്കാൻ സാധിക്കില്ല. ഈ ചിന്തകൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ജോലി ചെയ്താലും നിങ്ങളുടെ റിസൾട്ട് ആ 1 ലക്ഷത്തിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. ഈ വൈബ്രേഷൻ ഉയർത്തുക എന്നതിൻ്റെ അർത്ഥം ഇതാണ്. 10 ലക്ഷം നേടുന്ന വ്യക്തിയുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റണം. 5 ലക്ഷം രൂപ നേടാൻ കഴിയുന്ന വ്യക്തിയുടെ ചിന്തകളും ആത്മവിശ്വാസവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നതിലല്ല കാര്യം,
നിങ്ങൾ എന്തിനെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ സ്വാഭാവിക കാര്യമായി അംഗീകരിക്കുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കൂ. അതായത് നിങ്ങൾ ആദ്യം ആ വ്യക്തിയായിട്ട് മാറണം. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം മാറ്റണം. 10 ലക്ഷം നേടാൻ ഞാൻ അർഹനാണ്, ഇതെൻ്റെ ജീവിതത്തിൽ ഒരു നോർമൽ കാര്യമാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നണം. അതാണ് നോർമലൈസേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, നിങ്ങൾ നോർമലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇനി നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം. എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, മുഖത്ത് നല്ല ഗ്ലോ വേണം, ഇതൊക്കെ വൈബ്രേഷൻ ഉയർത്തിയാൽ നടക്കുമോ? നടക്കും. കാരണം നമ്മുടെ സ്പിരിച്വൽ എനർജിയും ഫിസിക്കൽ ബോഡിയും രണ്ടും രണ്ടല്ല, ഒന്നാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ വൈബ്രേഷൻ ശരിയല്ലെങ്കിൽ നിങ്ങൾ എത്ര ജിമ്മിൽ പോയാലും എത്ര ഡയറ്റ് എടുത്താലും ഒരു ഘട്ടത്തിനപ്പുറം നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് വ്യായാമം ചെയ്യുന്നു, എന്നിട്ടും ശരീരഭാരം കുറയുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ ആരോഗ്യവാനല്ല എന്ന വിശ്വാസം ഇരിപ്പുണ്ടോ? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ ലോകത്ത് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന മാജിക്കൊന്നുമില്ല. കാരണം ദീർഘകാലത്തേക്ക് നിങ്ങളെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ വരുത്തുന്ന മാറ്റം മാത്രമാണ്. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരം സ്ട്രെസ് ഹോർമോണുകൾ റിലീസ് ചെയ്യും. അത് നിങ്ങളുടെ ദഹനത്തെ തകർക്കും, ഉറക്കമില്ലാതാക്കും, ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടാൻ കാരണമാകും, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആകും. നിങ്ങൾ ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയും റിലാക്സ്ഡും ആയിരിക്കും. ശരീരം റിലാക്സ് ആകുമ്പോൾ അത് ഹീലിംഗ് തുടങ്ങും. അപ്പോഴാണ് നിങ്ങളുടെ ഡയറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ കൂടുതൽ എനർജി കിട്ടുന്നത്. നിങ്ങളുടെ സ്കിൻ പോലും ഗ്ലോ ചെയ്യാൻ തുടങ്ങുന്നത് ഈ ആന്തരികമായ ശാന്തത കൊണ്ടാണ്. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് മെച്ചപ്പെടുത്താനുള്ള എൻ്റെ ടിപ്പ്: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടോ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. എല്ലാ ദുരിതങ്ങളും എല്ലാ ഇമോഷണൽ ട്രാഫിക്കും ഉണ്ടാകുന്നത് നിങ്ങൾ ഇത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ്. എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയും, എനിക്കിപ്പോൾ ഈ രോഗം ഉണ്ടാവാൻ പാടില്ലായിരുന്നു, എനിക്ക് ഇത്രയും വണ്ണം കൂടാൻ പാടില്ലായിരുന്നു. നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല എന്ന്. പക്ഷേ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കിപ്പോൾ ഈ സാഹചര്യം വന്നതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? നിങ്ങൾ നിലവിലുള്ള അവസ്ഥയെ അംഗീകരിച്ച് ആന്തരികമായി സമാധാനം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നു. ഉയർന്ന വൈബ്രേഷൻ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും അത് നിങ്ങളുടെ ഹോർമോണുകളെയും കോശങ്ങളെയും രോഗപ്രതിരോധ ശേഷിയും വരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുകയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ സ്പിരിച്വൽ ജേർണി എന്നത് മറ്റാരെയോ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. ഇത് നിങ്ങളാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക, പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും ഫിനാൻസും റിലേഷൻഷിപ്പും എല്ലാം തന്നെ ബാലൻസ് ആകും. അപ്പോൾ ഇത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് കമൻറ്റിന് റിപ്ലൈ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്